ഹായ് ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടോളിയോട് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അയലാൻഡ് മൂവി തിയേറ്ററുകളിലെത്തി. സിനിമ ആദ്യ ദിവസം തന്നെ കാണുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അയലാൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ശിവകാർത്തികേയൻ. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ശിവകാർത്തികേയൻ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മികച്ചൊരു എൻ്റർടൈനറാണ്. തമിഴ് സിനിമയിലെ ഇന്നത്തെ മികച്ചൊരു എൻ്റർടൈനർ പട്ടികയിൽ അദ്ദേഹവും ഒരു പങ്ക് വഹിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂഷ്വലായിട്ടുള്ള ആക്ടിങ്, കോമഡികൾ, ഡാൻസ്, മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ്, ആസ് യൂഷ്വൽ ശിവകാർത്തികേയൻ സിനിമ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റോൾ അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തു എന്ന് പറയാം. ക്ലൈമാക്സ് സീനിൻ്റെ സെൻറ്റിമെൻറ്റും നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ആകെ മൊത്തത്തിൽ കംപ്ലീറ്റ് എൻ്റർടൈനർ ആയിട്ട് അദ്ദേഹം ഒരിക്കൽ കൂടി താനൊരു മികച്ച എൻ്റർടൈനറാണെന്ന് ഒരിക്കൽ കൂടി ഈ സിനിമയിൽ തെളിയിക്കുകയുണ്ടായി. ഡയറക്ടർ ആർ രവികുമാർ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. സയൻസ് ഫിക്ഷൻ ചിത്രം എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നത് ഇതിന് നല്ലൊരു ഉദാഹരണമാണ് രവികുമാർ. കാരണം ഒരു സീരിയസ് ആയിട്ടൊരു കഥാപശ്ചാത്തലം വളരെ കോമഡിയായിട്ട്, അതും ശിവകാർത്തികനെ പോലെ ഒരു സ്റ്റാർ ഹീറോയെ വെച്ച് പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ശിവകാർത്തികേയൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലേക്ക് കഥ കോർത്തിണക്കിക്കൊണ്ട് വളരെ സീരിയസ് ആയൊരു കഥയെ അദ്ദേഹം കോമഡി രീതിയിൽ അവതരിപ്പിച്ചു. അതും വളരെയധികം അഭിനന്ദാർഹമാണ്. മ്യൂസിക് ഡയറക്ടർ AR റഹ്മാൻ. പാട്ടുകളൊന്നും എനിക്ക് വലിയധികം ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ BGM ഒക്കെ കൊള്ളാമായിരുന്നു. പിന്നെ ക്യാമറ വർക്കിനെ കുറിച്ചാണ് എടുത്തു പറയേണ്ടത്. കാരണം വളരെയധികം ക്യാമറ വർക്ക് വളരെയധികം ഈ സിനിമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല വിഷ്വലുകൾ. നീരബ് ഷായാണ്. കൂടാതെ മറ്റ് ക്യാരക്ടറുകൾ, പ്രത്യേകിച്ച് യോഗി ബാബു പല സ്ഥലങ്ങളിലും നമുക്ക് ചിരി പടർത്തുന്നുണ്ട്. പൊട്ടി ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ കോമഡികൾക്ക് തിയേറ്റർ മൊത്തം ചിരിയായിരുന്നു. യോഗി ബാബു, കരുണാകരൻ, അങ്ങനെ ആ ഒരു കാസ്റ്റ്. പിന്നെ നായിക രാകുൽ പ്രീതി സിംഗ്. സ്റ്റാർ ഹീറോസിൻ്റെ പടത്തിൽ നായികമാർക്ക് എന്താണോ റോള്, ആ റോള് തന്നെ ഉള്ളൂ ഇതിനകത്ത് രാകുൽ പ്രീതി സിംഗിനും. പിന്നെ നെഗറ്റീവ് റോൾ ചെയ്ത ഇഷ, ശരത്ത്, അവരൊക്കെ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്ന അവരുടെ ജോലികൾ ഭംഗിയായി നിർവഹിച്ചു. പിന്നെ ഏലിയൻ ക്യാരക്ടർ, സിനിമയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏലിയൻ ക്യാരക്ടറാണ്. അതിന് സൗണ്ട് കൊടുത്താട്ടെ നടൻ സിദ്ധാർത്ഥും. വളരെയധികം ഹ്യൂമറായിട്ടുള്ളൊരു ഏലിയനെയാണ് നമുക്കിതിന് കാണുവാൻ സാധിക്കുന്നത്. പല സ്ഥലങ്ങളിലും ചിരി പടർത്തുന്നതും, പ്രത്യേകിച്ച് ആക്ഷൻ രംഗങ്ങളിലൊക്കെ ശിവകാർത്തികേയനും ഏലിയനും കൂടെ വില്ലന്മാരെ നേരിടുന്ന സീനുകളൊക്കെ ആണെങ്കിലും വളരെയധികം രസകരമായിട്ട് തോന്നി. പിന്നീട് ക്ലൈമാക്സിലെ ആ ഒരു സെൻറ്റിമെൻറ്റ് സീനും വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ക്ലൈമാക്സൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോൾ ചിരിച്ച് മറിഞ്ഞു തിയേറ്ററിൽ. സെക്കൻഡ് ഹാഫ് ചില സീരീസ് എങ്കിലും അവിടെ സീരീസ് കൂടി വരുമ്പോൾ കോമഡി കലർത്തുന്നു. അങ്ങനെ ഒട്ടും ലാഗ് തോന്നിയില്ല. നല്ലൊരു ഫസ്റ്റ് ഹാഫ്, നല്ലൊരു സെക്കൻഡ് ഹാഫ്. പടത്തിൽ പറയുന്ന പോലെ തന്നെ വേറെ ലെവൽ സഗോ. അതായിരുന്നു ആ പടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ഒരു പ്രശ്നങ്ങളെയൊക്കെ മറന്നുകൊണ്ട് കുറച്ച് മണിക്കൂറുകൾ ഒന്ന് ചിരിക്കുവാനും വേണ്ടി ആർത്തുല്ലസിക്കാൻ വേണ്ടി പറ്റിയ ഒരു സിനിമ. ഉറപ്പാണ് ഈ സിനിമ ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുമോ ഏലിയൻ ക്യാരക്ടർ വന്നതോടുകൂടിയാണ് സിനിമയ്ക്ക് ആ ഒരു ഇത് കൂടുന്നത് തന്നെ. പിന്നീട് ഓരോ സീനുകളും വളരെ രസകരമാണ്. പ്രത്യേകിച്ച് ഏലിയനും യോഗി ബാബുവും തമ്മിലുള്ള സീനുകളൊക്കെ ചിരിച്ചു മറിഞ്ഞെന്ന് പറയാം തിയേറ്ററിൽ. വളരെ നല്ലൊരു സിനിമ, നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ചിരിച്ചു മറിയാനായിട്ടൊരു പടം. സീരിയസ് ആയിട്ടൊരു കഥയെ വളരെ ശിവകാർത്തികേയൻ്റെ സ്റ്റൈലിൽ കോമഡിയായിട്ട് അവതരിപ്പിച്ച് വെറൈറ്റി ഒരു അറ്റംപ്റ്റ്. പ്രത്യേകിച്ച് ശിവകാർത്തികേയൻ ഒരു അഭിനന്ദനാർഹമാണ്. കാരണം ഇതുപോലൊരു സിനിമ സ്റ്റാർ ഹീറോസൊന്നും ആരും എടുക്കാൻ തയ്യാറായില്ല. പക്ഷേ അദ്ദേഹം കാണിച്ച ഒരു ധൈര്യം, അത് ശരിക്കും അഭിനന്ദനാർഹമാണ്. വളരെ നല്ലൊരു സിനിമ. പൊങ്കലിന് എല്ലാത്തരം ഓഡിയൻസിനെയും കവർ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഇടിച്ചു കയറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അയലാൻഡ് മൈ തോട്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.